ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയാണ്. പൊതുവേദിയിൽ വനിതാ ഡോക്ടറെ ഹിജാബ് വലിച്ചൂരിയ നിതീഷ് കുമാറിന്റെ പ്രവൃത്തി രൂക്ഷമായ വിമർശനങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. പക്ഷേ BJPയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സഖ്യകക്ഷി നേതാവായ നിതീഷ് കുമാറിനെ വാനോളം പ്രശംസിക്കാനാണ് കോൺഗ്രസ് നേതാവായ ശശി തരൂരിന് താൽപര്യം. നരേന്ദ്രമോദിയെ പ്രശംസിച്ചതിന് തുടർച്ചയായിട്ടാണ് NDAയുടെ സഖ്യകക്ഷി നേതാവായ നിതീഷ് കുമാറിനെയും പ്രശംസിച്ച് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. മോദി സ്തുതിയും മൃദുഹിന്ദുത്വവുമായി കോൺഗ്രസിന് പ്രസ്താവനകളിലൂടെ തീരാ തലവേദന സൃഷ്ടിക്കുന്ന ശശി തരൂരിനെതിരെ ചെറുവിരലനക്കാനുള്ള ശേഷി പോലും കോൺഗ്രസ് നേതൃത്വത്തിനില്ലെന്നതും ഒരു വസ്തുതയാണ്. തരൂരിന് മോദിയെ പുകഴ്ത്താൻ കഴിയുന്നത് കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ ബ്യൂട്ടി ആയിട്ടാണ് KC വേണുഗോപാൽ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ തരൂരിന്റെ മൃദുഹിന്ദുത്വം കേരളത്തിൽ കോൺഗ്രസിന് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് കേരള ലോബി ഹൈക്കമാൻഡിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുക്കാത്തതെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. വർഗീയതയും ന്യൂനപക്ഷ വേട്ടയും ജനവിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോകുന്ന BJP സർക്കാരിനെതിരെ പ്രതിപക്ഷമെന്ന നിലയിൽ പ്രതികരിക്കാൻ പോലും സാധിക്കാത്ത നിസ്സഹായാവസ്ഥയിലാണ് കോൺഗ്രസ്. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലിരിക്കുന്നവരാകട്ടെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയം വിദേശ പര്യടനത്തിലും തരം കിട്ടുമ്പോൾ BJP നേതാക്കളെ പുകഴ്ത്തുന്ന തിരക്കിനുമിടയിലാണ്. ഇന്ത്യയിലെ 50 കോടിയിലധികം വരുന്ന പാവപ്പെട്ട ജനങ്ങളെ തെരുവിലാക്കുന്ന ബിൽ പാസാക്കിയതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചായ സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുകയുണ്ടായി. സാധാരണക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണം എന്നത് കോൺഗ്രസിന് വെറും വാചകമണി മാത്രമാണെന്ന് തെളിയിക്കുന്ന പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നത്. മൃദുഹിന്ദുത്വ സമീപനവും BJP വിധേയത്വവും തുടരുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ താല്പര്യമില്ലാത്ത വിഷയങ്ങളായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ ശശി തരൂർ BJPക്കൊപ്പമാണെന്ന് പലതവണ തെളിയിച്ചിട്ടും എന്തിന് പാർലമെന്റിലെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെപ്പോലും തള്ളിപ്പറഞ്ഞിട്ടും ചേർത്തു നിർത്തുന്നത് എന്തിനാണ്? കോൺഗ്രസിനും BJPക്കും ഇടയിലെ ഇടനിലക്കാരനായിട്ടാണോ ശശി തരൂർ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യവും ബാക്കിയാകുന്നു.